ഹായ്, എൻ്റെ പേര് ജയദേവ് പ്രസാദ്. ഇപ്പോൾ ഇന്ന് എമ്പുരാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ രാവിലെ വെളുപ്പിനെ തന്നെ പോയി കണ്ട് എമ്പുരാൻ 6 മണിക്ക്. ഞാൻ റിവ്യൂ ഒന്നും കണ്ടില്ല, ഫസ്റ്റ് ഞാൻ പോയി കാണാൻ തീരുമാനിച്ചു. കാരണം റിവ്യൂ കണ്ട് പോയാൽ കാണുന്ന സമയത്ത് നമുക്ക് റിവ്യൂ മനസ്സിൽ വരും. എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് പോയി കാണുമ്പം നമുക്ക് ഇഷ്ടപ്പെടും. അതാണ് അതിൽ കാര്യം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ട് എനിക്കിഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിൽ വന്ന് റിവ്യൂ നോക്കിയപ്പം കുറേ നെഗറ്റീവ്, അതുപോലെ ഇതുപോലെ. പക്ഷെ എനിക്കത് സിനിമ കണ്ടപ്പം ഞാൻ എൻജോയ് ചെയ്തു. എനിക്കതാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പം ഞാൻ പറയണത് ഈ റിവ്യൂ കണ്ട് പോണ വേസ്റ്റാണ്. റിവ്യൂ കണ്ട് സിനിമ കാണാൻ പോണ വേസ്റ്റാണ്. നമ്മൾ ഒന്നും കാണാതെ പോയി സിനിമ കാണുമ്പം, ഒന്നും എക്സ്പെക്റ്റ് ചെയ്താൽ പോയി സിനിമ കാണുമ്പോഴാണ് അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഞാൻ ഇത്രയും ഒരു വൈഡായിട്ടുള്ള സിനിമ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഇത്ര ലൊക്കേഷൻ, മേക്കിങ്, കഥയും കൊള്ളാം, സ്റ്റോറിയും കൊള്ളാം. പിന്നെ പറയാനുള്ള ഇത് സംഭവം ലൂസിഫർ കേരളത്തിൽ മാത്രം ഒതുങ്ങിയ കഥയാണ്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് എല്ലാ ഓഡിയൻസിനും കൂടെ ഉള്ള സിനിമയാണ്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇത് ലൂസിഫർ 3യും ലൂസിഫർ 1ൻ്റെ ഇടയിലൊരു ബ്രിഡ്ജ്. അപ്പോൾ ഇതിൽ മോഹൻലാലിന് കുറച്ചേ ഉള്ളൂ സ്ക്രീൻ പ്രസൻസ്. കൂടുതലും പൃഥ്വിരാജിൻ്റെ സ്റ്റോറിയാണ് പറയണത്. പിന്നെ ഈ കേരളയുടെ പൊളിറ്റിക്സാണ് പറയണത്. പിന്നെ പറയാൻ വന്ന എല്ലാവരും പറഞ്ഞ മോഹൻലാലിൻ്റെ എൻട്രി കൊള്ളാം, പക്ഷേ BGM കൊള്ളൂ എന്ന്. എനിക്ക് അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങളെപ്പോഴും മറ്റേ ഡും 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 കേട്ടാണ് അത് അങ്ങനെ തോന്നുന്നത്. ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പം അത് സ്റ്റാൻഡേർഡ് മ്യൂസിക്കാണത്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഇത് വേണം. പണ്ടത്തെ AR റഹ്മാൻ്റെ ഒക്കെ ടൈപ്പ് മ്യൂസിക്കാണത് BGM. ഇപ്പം ഫുള്ള് മറ്റേ ഹീറോ വരുമ്പോൾ ഡും 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 മാത്രമല്ലേ ഉള്ളൂ, ബുഷ് ബുഷ് ബുഷ്. പക്ഷേ ഇതങ്ങനെയല്ല, ക്ലാസ് BGM ആണ്, ക്ലാസിക് സിനിമയാണ്, ക്ലാസ് BGM ആണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വലിയ കാസ്റ്റാണ് ഇതിനകത്ത്, ഭയങ്കര വലിയ കാസ്റ്റാണ്. എന്ന് വെച്ചാൽ മലയാള സിനിമ തന്നെ അല്ല, സൗത്ത് ഇന്ത്യ തന്നെ ഏറ്റവും വലിയ കാസ്റ്റാണെന്ന് തോന്നുന്നു. ഇത്രയും കാസ്റ്റ്, ഇംഗ്ലീഷ് നടന്മാർ, ജപ്പനീസ് നടന്മാർ, ചൈനീസ് നടന്മാർ, ഇത് ആഫ്രിക്കൻ നടന്മാർ, ഇന്ത്യയിൽ തന്നെ ഹിന്ദി നടന്മാർ, തമിഴ് നടന്മാരൊക്കെ ഉണ്ട്. അപ്പം ആ സിനിമയ്ക്ക് അത് ആവശ്യമാണ് അത്ര നടന്മാർ. എനിക്ക് തോന്നുന്നു അത് ആവശ്യമായതുകൊണ്ടാണ് വെച്ചത്. പിന്നെ ബാക്കി ഈ എല്ലാ സിനിമയിലെ പോലെ ക്യാമിയോ കൊണ്ടുവന്ന് നശിപ്പിച്ചില്ല. ഉള്ള ക്യാരക്ടറിന് തന്നെ ഭംഗിയായിട്ട് ചെയ്തു. ക്യാമിയോയുടെ ഒരു ആവശ്യം ഈ സിനിമയിൽ വന്നിട്ടുമില്ല, അങ്ങനെ ഇറക്കേണ്ട ആവശ്യമില്ല. അത് പൃഥ്വിരാജ് കിടിലായിട്ട് ചെയ്തു. പിന്നെ പറയാനുള്ളത്, ഇത് മലയാളത്തിൽ വലിയ സിനിമയാണ്, സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും എന്ന് വെച്ചാൽ കന്നഡ അത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ KGF വന്നു. നമ്മളാരും വിചാരിച്ചു നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പം അവിടെ നിന്ന് KGF വന്നെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിന്ന് എമ്പുരാൻ വന്നുകൂടാ? അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യണം. അത് ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ ആ സിനിമ ഒന്ന് കണ്ടുപോയി നോക്ക്. കണ്ടിട്ട് നെഗറ്റീവ് പറ, കേട്ടിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല.